എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആര്യ. ഞാനൊരു ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ആണ്, വെയിറ്റ് ലോസ് സ്പെഷ്യലിസ്റ്റ് ആണ്, ഒരു ചൈൽഡ് ന്യൂട്രീഷനിസ്റ്റും കൂടെയാണ് കേട്ടോ. ഞാനിതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളായി തുടങ്ങിയിട്ട്. ഷോർട്സുകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തിനാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരെയും പോലെ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആഗ്രഹമുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത്, എനിക്കറിയാവുന്ന എൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങളിലോട്ട് എത്തിക്കുക. അതിൽ നിന്ന് മാത്രമേ, നിങ്ങൾ തരുന്ന റെസ്പോൺസിൽ നിന്ന് മാത്രമേ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ഡൗട്ട്സുകൾ, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റും, നിങ്ങൾ തരുന്ന കമൻസിൽ മാത്രമേ എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. എനിക്കൊരു ഇൻസ്റ്റഗ്രാം ഐഡി ഉണ്ട്, അത് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ അതിൽ ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും നിങ്ങൾക്ക് കിട്ടുമല്ലോ. സോ അങ്ങനെ ചെയ്തതിന് ശേഷം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം കുറച്ച് പിക്ക് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടും എന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം കേട്ടോ. മാം ഏതിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത്? PGDM ഇൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ചെയ്താൽ ഡയറ്റീഷ്യൻ ആകാൻ സാധിക്കുമോ? സത്യം പറഞ്ഞാലേ എനിക്ക് ഞാനും ഇതുപോലെ ഒരുപാട് ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ എത്തിയത്. സോ അങ്ങനെ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാറുണ്ട്. PGDCM ചെയ്താലായിട്ട് നമുക്ക് ന്യൂട്രീഷനിസ്റ്റ് ആവാൻ പറ്റും, ഡയറ്റീഷ്യൻ ആവാൻ പറ്റും. പക്ഷേ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ, മീൻസ് നമ്മളൊരു ഡിസീസ് കണ്ടീഷനൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറ്ററ്റിക്സ് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡയറ്റിക്സ് തന്നെ പഠിക്കണം കേട്ടോ. അത് ഡിഗ്രി പഠിക്കാം, അത് കഴിഞ്ഞിട്ട് PG എടുക്കാം, നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് PhD എടുക്കാം. PhD എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നിങ്ങൾക്ക് PG വരെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മാം കൺസൾട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്താണ്? ഓക്കെ, എന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാം. അതിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിരിക്കാം. നിങ്ങൾക്ക് അതിൽ കോൾ ചെയ്തിട്ട് എപ്പോഴാണോ അവൈലബിലിറ്റി ഉള്ളത് അത് ചോദിക്കാം. അല്ല, ഡയറക്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പേരൂർക്കടയാണ് ക്ലിനിക്ക് വരുന്നത്, ട്രിവാൻഡ്രം. ഈവനിങ് ആണ് കൺസൾട്ടേഷൻ ടൈം വരുന്നത്. 4 മണി മുതൽ 7 മണി വരെയാണ്. സോ നിങ്ങൾക്ക് അവിടെ വിളിച്ചിട്ട് വേണമെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഗൂഗിളിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഡയറ്റീഷ്യൻ ആര്യ PM എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പേരൂർക്കട ഹോർമോൺ ഇന്ത്യ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്താണ് പ്ലേസ് വരുന്നത്. ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? അഫ്കോഴ്സ് ഒരുപാട് ബെറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ. എന്നാലും ഒന്ന് സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഈ ഇടയ്ക്ക് സംഭവിച്ചത്, ഒരു കുട്ടിയാണ്, ഒരു 17-18 വയസ്സുള്ള ഒരു പയ്യനാണ്. ആൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിപ്പോയി. അങ്ങനെ കാല് നല്ല രീതിയിൽ ഫ്രാക്ചറായി. ഏകദേശം ആളൊരു 20 kg ഗെയിനായി. കാര്യം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഗെയിനായി. അപ്പോഴാണ് ഡോക്ടർ സർജറി സജസ്റ്റ് ചെയ്തത്. പക്ഷേ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 കിലോയെങ്കിലും മിനിമം കുറയ്ക്കണം, അല്ലാതെ സർജറി ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് ഒരു അമ്മയും ഒരു കുഞ്ഞാമോനും കൂടെയാണ് എന്നെ കാണാനായിട്ട് വന്നത്. സോ ആദ്യം ഞാൻ വിചാരിച്ചു, നമുക്ക് കുഞ്ഞല്ലേ, ഇപ്പം നമുക്ക് ക്രാഷ് ഡയറ്റ് കൊടുക്കാൻ പറ്റില്ല, കീറ്റോയോ അങ്ങനെ ഒന്നും, സപ്ലിമെന്റ്സ് മാത്രം വെച്ച്. കാര്യം കുഞ്ഞിൻ്റെ ഓർഗൻസ് ഡാമേജ് ചെയ്യിക്കും. സോ അത് എനിക്കൊരു ഇതായിരുന്നു കേട്ടോ. കാര്യം ക്രാഷും കൊടുക്കാൻ പാടില്ല, എന്നാൽ കുഞ്ഞിൻ്റെ ന്യൂട്രി ഡെഫിഷ്യൻസി വരാൻ പാടില്ല, ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാവും. അതെൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് ഗോഡ് എനിക്ക് 40 kg ആൾക്ക് ഒരു മന്ത് കൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റി. സർജറിയും കഴിഞ്ഞു. ആളും വളരെ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ടു ലൂസ് വെയിറ്റ്. ഞാൻ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് സിമ്പിളായിട്ട് പറയാം. വെയിറ്റ് ലോസ് ചെയ്യാൻ ഞാൻ ആദ്യം പറയുന്നത്, ക്രാഷ് ഡയറ്റിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഒരു സപ്ലിമെൻറ്റ്സിനോ മെഡിസിനോ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ അതൊരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഹാബിറ്റ്സ്, ഹൈറ്റ്, വെയിറ്റ്, നിങ്ങളുടെ ക്രേവിങ്സ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് ഒരു ഡയറ്റ് ചാർട്ട് പ്രിപ്പറേഷൻ ചെയ്ത് തരും. അതിന് കറക്റ്റായിട്ട് ഡയറ്റീഷ്യനായിട്ട് ചേർന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അന്ന് തന്നെ ഡയറ്റ് ചാർട്ട് വാങ്ങിച്ച് വീട്ടിൽ പോയിട്ട് കാര്യമില്ല, വെയിറ്റ് കുറയില്ല. കാര്യം നിങ്ങൾ ഇതിനെ കോംപ്രമൈസ് ചെയ്യും ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും. ഇന്ന് ഡയറ്റാണ്, അപ്പം ഇന്ന് ബിരിയാണി കഴിക്കാം, നാളെ തൊട്ട് ഡയറ്റ്, അങ്ങനെ നാളെ വെച്ച് വീണ്ടും പോകും. അതുകൊണ്ട് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുക. എൻ്റെ പേഷ്യൻസിനെ ഞാൻ എപ്പോഴും ഫോളോ അപ്പ് ചെയ്ത് മാത്രമേ കുറയ്ക്കാറുള്ളൂ. കാര്യം അവർ 1 ടൈം കൊടുത്തേ വിടാറില്ല. എനിക്ക് ഇത്രത്തോളം വെയിറ്റ് ലോസിന് സക്സസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ അവരെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ. ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് കിട്ടില്ല, അവർ മാത്രം വിചാരിച്ചാലും വെയിറ്റ് ലോസ് കിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒരുപോലെ നിന്നാൽ ഉറപ്പായിട്ടും നല്ല അടിപൊളിയായിട്ട് വെയിറ്റ് ലോസ് കിട്ടും കേട്ടോ.
നെക്സ്റ്റ് എന്ന് പറയുന്നത് പീരീഡ്സ് വരാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ഫണ്ടി ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പീരീഡ്സ് വരാതിരിക്കുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പീരീഡ്സ് വരാതിരിക്കുന്ന ആദ്യം നിങ്ങളൊരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് PCOS എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇനി അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, എന്തുകൊണ്ട് പീരീഡ്സ് വരുന്നില്ല. പീരീഡ്സ് വരാത്തത് എല്ലാ PCOD ഉള്ളത് കൊണ്ടല്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് മാറിയതുകൊണ്ട്, ക്ലൈമറ്റ് മാറുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ, ആദ്യം എടുത്ത് പറയേണ്ടത് സ്ട്രെസ് തന്നെയാണ്. സ്ട്രെസ് ഒരുപാട് ഉണ്ടെങ്കിൽ പീരീഡ്സ് ചിലപ്പോൾ ഡിലേ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മീൻസ് അതിൻ്റെ സഫോക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അവർ സ്കാനിങ് ആയിരിക്കും അഫ്കോഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ, മീൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാനായിട്ട്. അതിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് ഡേയ്സ്, ഒരു 1, 2, 3 months ഒക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവർ പീരീഡ്സ് ആവാനായിട്ട് നിങ്ങൾക്ക് ടാബ്ലറ്റ് തരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നും തന്നെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ജേർണിയിൽ വൈറ്റ് ഷുഗറിന് പകരം ജാഗ്രി യൂസ് ചെയ്താലും കലോറി ഡിഫറൻസ് വരുമോ? നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൈറ്റ് ഷുഗർ എന്ന് പറയുന്നത് അതിൽ ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ല. സോ വൈറ്റ് ഷുഗറിനെ നമ്മൾ ഡയറ്റിൽ പരിഗണിക്കേണ്ട കാര്യമില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റാം. ഇനി അതിന് പകരം ജാഗ്രി യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ പേഴ്സൻ്റെ ക്രേവിങ്ങിന് അനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ ഷുഗർ വേണം, ചില പേഴ്സൺസിന് ഷുഗർ കംപ്ലീറ്റ്ലി കട്ടാണ് കേട്ടോ, അവർക്ക് ഒന്നിലും ഷുഗർ ആവശ്യമില്ല, അവർ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. പ്രത്യേകിച്ച് നമ്മൾ വിമൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പീരീഡ്സിൻ്റെ ഡേയ്സ് ആകുമ്പോൾ ഷുഗർ ക്രേവ് വരും, അല്ലാത്തപ്പോൾ ഇമോഷണൽ ഈറ്റിൽ വരുമ്പോൾ മീൻസ് ഭയങ്കരമായിട്ട് ഷുഗറിനോട് ക്രേവിങ് തോന്നും. അങ്ങനെയുള്ളവർക്കൊന്നും ഇനി നോ ഷുഗർ എന്ന് പറഞ്ഞാൽ അവർ അടിച്ചമർത്തുന്ന പോലെ ആയിപ്പോൾ. സോ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ജാഗ്രി എടുക്കാം കേട്ടോ. ഹണി നല്ലതാണ്. അതുപോലെ പനങ്കർക്കണ്ടില്ല നമ്മൾ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന, അത് പൊടിച്ചു വെച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കരിപ്പെട്ടി പോലത്തെ ജാഗ്രി എടുക്കാം. ഇത് എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ അതിന് പകരം അങ്ങനെയല്ല, ബെറ്റർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് അയൺ കണ്ടന്റ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാം തന്നെ നാച്ചുറൽ ഷുഗേഴ്സ് ആണ്. അതിൽ അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റതെടുക്കുമ്പോൾ നമുക്കൊന്നും കിട്ടില്ലല്ലോ, കുറെ കലോറിയിൽ കയറുന്നത്. ഇത് അറ്റ്ലീസ്റ്റ് കലോറി കയറുന്നതിൻ്റെ കൂടെ കുറച്ച് അയണെങ്കിലും കിട്ടും. സോ ബെറ്റർ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, മിനിമൈസ് ചെയ്ത ക്വാണ്ടിറ്റിയിൽ മാത്രം കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട്സ് യുവർ ഒപ്പീനിയൻ ടു സജസ്റ്റിംഗ് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ടു ജിം ഗോയിങ് പീപ്പിൾസ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ പറയുമ്പോൾ ജിം പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ദേഷ്യമൊന്നും തോന്നരുത്. കാര്യം ഞാൻ ഈ ഒരു സപ്ലിമെന്റ്സിനോട് മീൻസ് ഈ വേ പ്രോട്ടീൻ അല്ലെങ്കിൽ ജിം സപ്ലിമെന്റ്സിനോട് യോജിക്കുന്ന ഒരാളല്ല കേട്ടോ. അങ്ങനെയുള്ളവർ ഇപ്പോഴേ എന്നെ ഫോളോ ചെയ്യാതെ പൊക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോട്ടീനെ കുഴപ്പമെന്ന് വെച്ചാൽ അതിൽ അനിമൽ സോഴ്സ് ഓഫ് പ്രോട്ടീന് ഒരുപാടുണ്ടാവും. സോ അത് നമ്മുടെ കിഡ്നിക്ക് അത്രയും നല്ലതല്ല. ഇനി ഏറ്റവും പ്രയോറിറ്റി നമ്മൾ മെഡിക്കൽ പരമായിട്ടുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അത് നമ്മൾ ആ പേഴ്സൺ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നോർമൽ പേഴ്സൺ ആണ്, നമ്മുടെ കിഡ്നിക്കൊന്നും ഒരു ഫങ്ഷൻ ഡാമേജും ഇല്ല, നമുക്ക് ചവച്ചരച്ച് കഴിക്കാനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ മാക്സിമം ഫുഡ് വഴിയുള്ള പ്രോട്ടീൻ തന്നെ എന്ത് ചെയ്യുക, കഴിക്കുക. അപ്പോൾ നമ്മുടെ ഗട്ട് എപ്പോഴും ഓക്കെ ആയിരിക്കും. മറ്റേ നമ്മൾ ആദ്യമേ എപ്പോഴും ഈ പൊടി ടൈപ്പിലുള്ള പ്രോട്ടീൻ ഇങ്ങനെ കൊടുത്ത് ശീലിക്കുമ്പോൾ കിഡ്നി എന്ത് ചെയ്യും, ആ ഒരു മടി പിടിച്ച പോലെ അങ്ങ് ആയിപ്പോൾ വളരെ സിമ്പിളായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കിനി ഒരുപാട് ജോലിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ആ ഒരു തോന്നലായിരിക്കും വരുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമ്മൾ കുറേ നാൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ബോഡി അബ്സോർപ്ഷൻ ചെയ്യണമെന്നില്ല. സെക്കൻഡ് തിങ്, നമ്മൾ പ്രോട്ടീൻ പൗഡർ ഒരുപാട് കഴിച്ചിട്ട് നമ്മൾ നല്ല മസിലൊക്കെ ബിൽഡ് ചെയ്തെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ബോഡി ബിൽഡർ മേഖലയിലുള്ളവർക്കാണെങ്കിൽ അഫ്കോഴ്സ് അവർക്ക് എന്ത് ചെയ്യാം, സപ്ലിമെന്റ്സ് എടുക്കാം. കാരണം അവരുടെ കരിയറാണ്, പ്രൊഫഷനാണ്. അഫ്കോഴ്സ് അതിൽ ഡിമെരിറ്റ് ഇല്ല എന്നല്ല, ഉണ്ടെങ്കിലും അവരത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി നോർമൽ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരാണ്, വെയിറ്റ് ലോസിനാണ് ഓൾമോസ്റ്റ് ആൾക്കാരും എന്ത് ചെയ്യുന്നത്, ജിമ്മിൽ പോകുന്നത്, വെയിറ്റ് ഗെയിനും പോകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറയേണ്ടത്, ഈ കാര്യം നിങ്ങൾ മസിൽ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമല്ലോ. അപ്പോൾ നമ്മൾ 1 വർഷം 2 വർഷം ലൈഫ് ലോങ് ഒന്നും ആരും ജിമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കാൻ പോകുന്നില്ല. ആ ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന ടൈം മുതൽ മസിൽ സാഗിങ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എന്താണോ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പതിയെ പതിയെ ലൂസ് ആവാൻ തുടങ്ങും. ഇത് മസിൽ സാഗിങ് മാത്രമല്ല, അത് പെട്ടെന്ന് ഫേഷ്യലിൽ നമുക്കറിയാൻ പറ്റും, സ്കിൻ ഏജിങ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതാണ് പ്രോട്ടീൻ പൗഡറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താലുള്ള ഒരു ഡീമെരിറ്റ്. അപ്പോൾ മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞ് വന്നത്, ജിമ്മുകാർക്ക് പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യം സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആൾക്കാർക്ക് ഇല്ല. നിങ്ങളുടെ ഒരു പ്രൊഫഷൻ ആണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ യൂസ് ചെയ്തോളൂ. സോ അല്ലാത്ത പേഴ്സൺ ആവശ്യമില്ല. മാക്സിമം ഫുഡ് വഴി തന്നെ മീറ്റ് പിക്കാനായിട്ട് ട്രൈ ചെയ്യുക. എൻ്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത്, ബാക്കി നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണോ? ഓക്കെ, അത് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്.
അതെനിക്ക് വളരെ ചിരിയോടുകൂടി എനിക്ക് ആ ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൾ ഇച്ചിരി ഒബീസൊക്കെ ഉള്ള ആളാണ്, കുറച്ച് ഏജ് ആയിട്ട്, കുറച്ച് ഏജ് എന്നല്ല, ഒരു 50-60 റേഞ്ചൊക്കെ വരും. അപ്പോൾ ആള് മിക്ക വീക്കെൻഡ്സിൽ ആൾ നോൺ വെജ് ഭയങ്കരമായിട്ട് കഴിക്കും കേട്ടോ. എസ്പെഷ്യലി പോർക്കൊക്കെ നന്നായിട്ട് കഴിക്കും. അതുപോലെ മട്ടൺ, ബീഫ്, ഇതുപോലെ കുറച്ച് ഫാറ്റ് അടങ്ങിയ റെഡ് മീറ്റ്സ് എല്ലാം തന്നെ ആൾ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വെയിറ്റ് ലോസാണ് ആവശ്യം, ഡയബറ്റീസും കൊളസ്ട്രോളും എല്ലാ കാര്യങ്ങളോടെ ഉണ്ട്, ഒന്നിനും കുറവൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വെയിറ്റ് ലോസ് വേണം, പക്ഷേ എനിക്ക് ഇതൊന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതെന്തായാലും കുറച്ചല്ലേ പറ്റുള്ളൂ, കാര്യം ഇത്രയും ട്രൈഗ്ലിസറൈഡൊക്കെ കൂടി നിൽക്കുകയാണ്, ഹാർട്ടിനെയൊക്കെ ബാധിക്കും, അപ്പം നമുക്ക് കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾ പറയുകയാണ് അത് മോളെ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇതൊക്കെ കഴിക്കുമെങ്കിലും അതിനെല്ലാം ഉള്ള സൊല്യൂഷൻ ഞാൻ ലാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി, അതെന്താണ് ആ ഒരു സൊല്യൂഷൻ ആൾ നോക്കുന്നതെന്ന് പറയുമ്പോൾ ആള് രാവിലെ ഉച്ചയ്ക്കും സൺഡേസ് ഒക്കെ രാവിലെ ഉച്ചയ്ക്കും ഡിന്നറിനെല്ലാം ബീഫും പോർക്കും കഴിച്ചിട്ട് ഈവനിങ് ആകുമ്പോഴത്തേക്കും ഒരു ഗ്രീൻ ടീ കുടിക്കും കേട്ടോ. അപ്പോൾ ആള് പറയുന്നത് ഇതെല്ലാം കഴിച്ചിട്ട് നമ്മുടെ ഒരു ദിവസത്തെ ഫാറ്റ് പോകണമെങ്കിൽ ഒരു ഗ്രീൻ ടീ കുടിച്ചാൽ മതി. ആഡ്സിലൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്, ഗ്രീൻ ടീ കുടിക്കും നിങ്ങളുടെ വയറ് കുറയ്ക്കും എന്നുള്ളത്. സോ അത് ഭയങ്കര തെറ്റായിട്ടുള്ള ധാരണയാണ് കേട്ടോ. നമ്മൾ നാര് അകത്ത് കഴിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ ഫാറ്റ് ബേണിങ് നടക്കുകയുള്ളൂ. ഇനി ഗ്രീൻ ടീ ഞാൻ പേഴ്സണലി ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യാറില്ല. കാര്യം ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന ഒരു ലീഫാണ്, നമ്മുടെ നാട്ടിൽ അധികം ഒറിജിൻ ആവാത്തതാണ്. സോ ഇതിൽ ഡയറക്റ്റ് പെസ്റ്റ് തളിച്ചിട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ബാക്കിയൊന്നും പെസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, വെജിറ്റബിൾസ് ഫ്രൂട്ട്സിലൊക്കെ ആണെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പരിധി വരെ ഓപ്ഷൻ ഉണ്ട്. ഇതിനാണ് ഓപ്ഷൻ ഇല്ല കേട്ടോ. സോ ഇത് നമ്മൾ ആ ഡയറക്റ്റ് പെസ്റ്റിന് എന്ത് ചെയ്യുന്നു, ഹോട്ട് വാട്ടറിൽ ഇടുന്നു, കുടിക്കുന്നു. സോ അത്രയും നമ്മൾ വയറ്റിൽ ഡയറക്റ്റ് ആയിട്ട് പോകുന്നു. മാത്രമല്ല റെഗുലറായിട്ട് ഗ്രീൻ ടീ എടുക്കുന്നതും അത്ര നല്ലതല്ല. അതിൽ ആന്റി ഓക്സിഡൻസിനൊക്കെ ചെറിയ പോർഷൻ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അത് വലിയ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള സാധനമല്ല. അതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് തുളസി ലീഫ് ഇട്ടോ അല്ലെങ്കിൽ ഹിബിസ്കസിന്റെ ലീഫോ ക്യുമിൻ സീഡോ ഇങ്ങനെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധാരണ ഹെർബൽ ടീ പോലെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് ആ ഒരു എടുക്കുന്ന ടൈമിൽ എടുക്കാം. അല്ലാതെ നമ്മുടെ അങ്കിള് പറഞ്ഞതുപോലെ 1 കിലോ 2 കിലോ മട്ടൻ ബീഫ് കഴിച്ചിട്ട് ഒരു ഗ്രീൻ ടീയുടെ തലയിൽ അതിനെ കൊണ്ട് വെക്കരുത്. അത് ഒരിക്കലും അത് ചെയ്യരുത്. ഓക്കെ ശരി. അപ്പോൾ എന്നെപ്പറ്റി ഏകദേശം ഒരു ചെറിയ ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത്രയും ഞാൻ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് അയച്ചു കൊടുക്കുക. മാക്സിമം ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം കേട്ടോ. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, എങ്കിലേ എന്താണ് നിങ്ങൾക്ക് നീഡ് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ എല്ലാവർക്കും താങ്ക് യു. ഇത്രയും നേരം എന്നെ വാച്ച് ചെയ്തവർക്ക് എഗെയിൻ ഒന്നുകൂടെ താങ്ക് യു. ഇടയിൽ സ്കിപ്പ് അടിച്ച് പോയവരോടും പരിഭവമൊന്നുമില്ല, ആദ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എഗെയിൻ ഞാൻ ഇടുന്ന വീഡിയോയിൽ നിങ്ങൾ ഉറപ്പായിട്ട് തന്നെ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യും. ഓക്കെ താങ്ക് യു.